ഹലോ ഗൈസ്, എൻ്റെ ട്രെൻഡ് പെട്ടി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കളിക്കാൻ പോകുന്ന ഗെയിമാണ് മാസ് ഗൺ പാർട്ട് 2. അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാണ്. എൻ്റെ കുറച്ച് കളി ജയിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാണ്. അതുകൊണ്ട് ഞാനാണ് ഈ ഗെയിമിൽ, ഇതാണ് ഞാൻ എൻ്റെ ഫോട്ടോ ഗെയിമിലുള്ള. ഞാൻ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാണ്. എനിക്ക് ഇന്നലത്തെ കളിയിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നു. അതുകൊണ്ട് അപ്പോഴാണ് ഞാൻ കണ്ടത് എനിക്ക് ഡെയിലി മിഷൻസിലും അച്ചീവ്മെന്റ്സിലും കുറേ സാധനം കളക്ട് ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് റൈഫിൾ കില്ല് കുറേ സാധനം എനിക്ക് കിട്ടി ഗൈസ്. ഇന്നലെ ഹീൽ തീ സെൽഫ് ഡബിൾ ട്രിബിൾ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ കിട്ടി ഗൈസ്. അങ്ങനെ ഞാൻ കളിച്ചോണ്ടിരിക്കുകയാണ്. കുറേ സാധനം കളക്ട് ചെയ്ത് കിട്ടിയിരുന്നു ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഇപ്പം കുറേ കഴിഞ്ഞു. പിന്നെ താഴെ ഇതൊക്കെ എൻ്റെ ഫോട്ടോസാണ്. ഞാൻ താഴെ എൻ്റെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. കുറേ പേരുണ്ട്, എനിക്ക് ഇത്രയും പേരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറേ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് ആദ്യമായിട്ടാണ് ഞാൻ കളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഗെയിം മോഡ്സ് എടുത്ത് നോക്കി. അതിൽ ഞാൻ ടീം ഡെത്ത് മാച്ച് റൈബിള് ബ്രൗസൊക്കെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഡെത്ത് മാച്ച് എടുത്തു, പബ്ലിക് മാച്ച് സോറി. പിന്നെ ഞാൻ അങ്ങനെ കളിക്കാൻ തുടങ്ങി ഗൈസ്. പ്ലേ കൊടുത്തു, പ്ലേയേഴ്സ് 1 ആയിരുന്നു. ഇപ്പോൾ വെയിറ്റിംഗ് ഫോർ പ്ലേയേഴ്സ് അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇപ്പം തുടങ്ങുന്നു, വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. തുടങ്ങിയിരിക്കുന്നു ഗൈസ്. മാസ് കൊണ്ട് ഇപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിയാറായി 91 93 ഇപ്പോൾ ആവും. എൻ്റെ ഡെത്ത് മാച്ചാണ്. ടീമിൻ്റെ പേര് ലൈറ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ഗൈസ് ഈ ഫൈറ്റിംഗ്. ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഇതെന്താ, എവിടെയാണ് ഞാൻ? ലൈറ്റ് ഹൗസ്. കുറെ ആരോസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ എനിക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറേ ഇങ്ങനെയൊക്കെ കറങ്ങുന്നു. പിന്നെ അങ്ങനെ കിട്ടുന്നില്ല ആൾക്കാരൊന്നും. പിന്നെ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, എല്ലായിടത്തും നോക്കുന്നു ആൾക്കാരെല്ലാം ഉണ്ടോ. എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. ഓടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഞാൻ വലിയ ഒളിഞ്ഞൊളിഞ്ഞൊന്നാണ് പോണത്. എങ്ങാനും പുറകിലൊക്കെ വഴിയില്ല ചത്ത് ഗൈസ്. ഞാൻ പിന്നെ മെല്ലെ ഒളിഞ്ഞൊളിഞ്ഞ് ഒരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ടാണ് നോക്കണത്. പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ ആരോസ് എന്താണെന്നാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. എന്തായാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോവട്ടെ. സ്റ്റെപ്പൊക്കെ ഒരു വീടൊക്കെ ഉണ്ട് ഗൈസ്, കുറേ വീടൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ പിന്നെ ഒരു ലൈറ്റ് ഹൗസിൻ്റെ വീട്ടിൻ്റെ അകത്താണ്. കുറേ ആൾക്കാർ ഇങ്ങനെ ചുറ്റിയിരിപ്പുണ്ട്, പക്ഷെ നമുക്ക് മാത്രം കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പിന്നെ ആലോചിച്ചു, ഞാൻ ടീം ഈ ബി എന്താന്ന് എഴുതി, ഞാൻ പിന്നെ അവിടെ കൂടെ പോകാന്നൊക്കെ വിചാരിച്ചു. പിന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് എന്താണാവാൻ പോണത് ഞാൻ നോക്കാൻ പോണേ ഉള്ളൂ ഗൈസ്. അതിനകത്ത് കയറുമ്പോൾ തന്നെ എന്തൊക്കെ ഉണ്ടാവുകയെന്ന് എനിക്കറിയണ്ട. കയറുമ്പോൾ തന്നെ വെടി വെച്ച് ഹെഡ് ഷോട്ട് അടിച്ചു ഗൈസ്. കിൽ സ്കോർ 11. പുറകെ ആരോ ഉണ്ടായിരുന്നു, അത് ആരെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ. വരുന്ന ആൾക്കാർ കില്ല്. അവനെ വെടിവെച്ച് അവൻ എന്നെ ശ്രദ്ധിച്ചില്ല. അവൻ എന്നെ വെടിവെച്ചു, പക്ഷെ ഞാൻ അവനെ വെടിവെക്കുന്നു, അവൻ ശ്രദ്ധിക്കുന്നില്ല. വെടിവെച്ച് ഹെഡ് ഷോട്ട് വെച്ച് കിൽ സ്കോർ 12. വേറെ ആൾക്കാർ ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത് ഗൈസ്. 3 മിനിറ്റ് വെടിവെച്ച് ഹെഡ് ഷോട്ട് എല്ലാം തീർത്തു തുടങ്ങി ഗൈസ്. പക്ഷെ കുറെ പേരുണ്ട്, എല്ലാം 1v1 കുറെ പേരുണ്ട് തീർത്തുള്ളത് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഓടിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈഫ് റിവൈവ് ചെയ്യും. വെടിവെച്ച് ഹെഡ് ഷോട്ട് വെച്ച് അതിനെ അടുത്തിട്ട് പോയി. പക്ഷെ വേറൊരാളൊന്നും എന്നെ വെടിവെച്ചാ. അതുകൊണ്ട് ഞാൻ പോയി എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങട്ടെ. കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങി. ഇനി ഞാൻ അവന്മാര് വിടൂല. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സെറ്റ്. എന്തത് കുറേ മെഷീൻസ് ഒക്കെ ഇല്ലേ, അത് തുടങ്ങില്ല. അത് വേറെ കാര്യമൊക്കെ. ഒരുത്തവണ കൂടെ ഓടിക്കൊണ്ടിരിക്കും. എന്നെ ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടെ മറ്റേ വഴി കൂടെ പോവാം. വെടിവെച്ച അവനെ വെടിവെച്ച് അവൻ ചത്ത്. ഹെഡ് ഷോട്ട്. അതാണ് ഒരു കോമൺ മാൻ പവർ. ഇതിൻ്റെ അടുത്ത് പോകാൻ പോന്നു. ആരുമില്ല. നമുക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം. എൻ്റെ മോനെ പുറകെ കൂടെ ആരോ വെടിവെക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറകെ ഒളിച്ചിരിക്കാം. പക്ഷെ ആരോ ഓടുന്നുണ്ട്, പക്ഷെ എല്ലാവരും കാണുന്നുണ്ട് തന്നെ. വെടിവെച്ച് 2 പേരും ഒറ്റ. എൻ്റെ മോനെ ഡബിൾ സ്കിൽ. ഇപ്പോൾ ഷിറ്റ്. അവൻ്റെ പേര് ബ്ലോക്ക് അറൗണ്ട് 5252 എന്തൊക്കെയാണ് അവൻ്റെ പേര്. അറിഞ്ഞൂടാ, നമുക്ക് കളിച്ചാൽ പോരെ. അവനെന്ത് തോന്നുന്നു. ഓക്കെ, വെടിവെച്ച് ഹെഡ് ഷോട്ട്. നേരത്തെ കൊന്നതിനെ തന്നെ ഞാൻ കൊന്നിരിക്കുന്നു കഴിച്ചു. പുറകെ ആരും ഉണ്ടായി തോന്നുന്നു. ആരും വെടിവെച്ചു പോലെ. എന്തായാലും ഞാൻ അവിടെ കളിക്കാൻ സാധിക്കും.
ഓക്കെ ഒരുത്തിന് അവിടെ ഓടിപ്പോകുന്നു, പക്ഷെ എന്നെ കണ്ടില്ല. ഇപ്പോഴാണ് എന്നെ കാണാൻ പോകുന്നത്. ഞാൻ വെടിവെച്ചോണ്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റൂല, ചിലപ്പം പറ്റും. ഡബിൾ കിൽ അടിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ സ്കോർ. ഇപ്പൊ എന്റെ സ്കോർ 8 ആണ് കില്ല്. ഞാൻ ഇപ്പൊ ഒളിഞ്ഞു നോക്കിയാണ് വെടിയേക്കുന്നത്. ഒരുത്തവിടെ കണ്ട വഴിയുണ്ട് ഗൈസ്. ട്രിപ്പിൾ കിൽ. അങ്ങനെയാണ് പേച്ചത് നമ്മൾ. പക്ഷെ ഇപ്പഴും 9 കില്ലാണ്. സൈഡിൽ കൂടെ ആരും വെടിവെക്കുന്നുണ്ട്. ഞാൻ അവനെ വെടിവെച്ച് അവസാനം ഞാൻ അവനെ വെടിവെക്കുന്നു ഗൈസ്. പക്ഷെ അവൻ ചാവുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ വെടിവെച്ച് അവനെ കൊന്നിരിക്കുന്നു. മറ്റേനും കൂടെ സഹായിച്ചിരിക്കുന്നു എന്തായാലും പാതി. പക്ഷെ അവനെ ഞാൻ കൊല്ലുന്നു. മെഗാ കിൽ. ഞാൻ മെഗാ കിൽ എടുക്കുന്നത് ഗൈസ്. അങ്ങനെ ഞാൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് റിവൈവ് ചെയ്യണ്ടേ എന്തായാലും, അത് വേറെ കാര്യം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് അവിടെ നോക്കാൻ വേണ്ടി. ഓടിക്കൊണ്ടിരിക്കുന്നു. അവനെ തീർക്കും. 2 പേരൊക്കെയാണ് ഗൈസ്. പക്ഷെ അവന്റെ പേര് ആൽഫ മേജർ 15 എന്തൊക്കെയാണ്. ഓക്കെ, എന്തായാലും അവന്റെ പേര് അങ്ങനെ നമ്മൾ അവന് റിവെഞ്ച് കൊടുത്തിരിക്കുന്നു. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും താഴെ നമുക്ക് ഇവിടെ നേടി വെച്ച പോലെ പാതി എക്സ്പെൻസ് കുറഞ്ഞിരിക്കും ഗൈസ്. അങ്ങനെ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഒരുത്തനോട് നിന്ന് എന്നെ കാണുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അവനെ വെടിവെച്ച് അവനെ കൊന്നു 11 കിലോ ഗൈസ്. ഇപ്പൊ അവനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ എന്തൊക്കെയോ ചെയ്തു. പക്ഷെ അവൻ ആരും കാണില്ല. എനിമീസ് എന്നെ ഇപ്പൊ എല്ലാത്തിനും തീർത്ത് ഞാൻ കളഞ്ഞ. ഒരുത്ത എവിടുന്നോ വെടിവെച്ചു. അവൻ അല്ല, ഡോറിന്റെ സൈഡിൽ കൂടെ തോന്നുന്നു. ഡോറിന്റെ സൈഡിൽ കൂടെ. പക്ഷെ അവൻ എവിടെയോ കാണുന്നില്ലല്ലോ. അവൻ വരുന്നുണ്ട്. അവിടുന്ന് തന്നെ വെടിവെച്ച്. റൗണ്ട് എൻഡിങ് 4 വെടിവെച്ചു. പക്ഷെ 11 കിൽസോടെ ഞാൻ കളി ജയിച്ചിരിക്കുന്നു ഗായ്സ്. വിന്നർ. അങ്ങനെ ഞാൻ കളി ജയിച്ചിരിക്കുന്നു. ടോപ്പ് പ്ലേയേഴ്സ് ലൈറ്റ് ഹൗസ് ഡെത്ത് മാച്ച്. ഇതൊക്കെയാണ് ടീമേറ്റ്സ് ആണ്. പക്ഷെ ഇതില് 1v1 ആണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാരും കൊല്ലണം ഇതില്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ലൈറ്റ് ഹൗസ് ഡെത്ത് മാച്ചിലാണ് കളിച്ചു കഴിഞ്ഞു. ഇത് 1v1 ആയിരുന്നു. എല്ലാരെയും ഞാൻ തോപ്പിച്ചു കളഞ്ഞു. അതൊക്കെ എന്റെ ടീമേറ്റ്സ് ആയിരുന്നു. പക്ഷെ ഒറ്റയ്ക്കുള്ള കളിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ. സബ്സ്ക്രൈബ്.